ജീവിതത്തിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒന്നാണ്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമൊക്കെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളത്. ഒരു വേള ഞാൻ ഈ 1.5 വരി സംസാരിച്ചപ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പല വിശ്വാസികളുടെ കൂട്ടത്തിലും പല വിശ്വാസികളിലും ഒരുപാട് പ്രതിസന്ധിയിലൂടെ ചെറുതും വലുതുമായ പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകാത്തവർ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലരും കയറുകളിലും വിഷങ്ങളിലും റെയിൽവേ ട്രാക്കുകളിലും മറ്റുമൊക്കെയായി ജീവിതം അവസാനിപ്പിച്ചു കളയുന്നത്. ചുരുങ്ങിയ ഈ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും പണ്ഡിതന്മാരെന്ന് പറയുന്നവർ വരെ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ അറിയുകയുണ്ടായി. എന്താണ് ഇതിനൊക്കെയുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴുള്ള സ്വീകരിക്കേണ്ടുന്ന മര്യാദകളെ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. ഇതിനെയും ആവർത്തിച്ച് വിശ്വാസി വൃന്ദത്തെ ഓർമ്മപ്പെടുത്തിയില്ല എങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ഖുത്ബ പറയുന്ന മിമ്പറുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒരു വേള കുറ്റക്കാരായി പോകുമോ എന്ന് വരെ ഭയം തോന്നാറുണ്ട്. കാരണം പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടല്ല, നമ്മളൊക്കെ ചെറിയ ഈമാനിൻ്റെ നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഇവിടെ നിന്ന് കടുകട്ടിയുള്ള ഈമാൻ്റെ ആളുകളല്ല. ആ ഉള്ള ഈമാൻ കൊണ്ടാണ് ഈ പരീക്ഷണത്തിൻ്റെ കാലത്ത് നമ്മളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ചെറിയ പ്രയോഗം തന്നെ എന്താണെന്നറിയോ? ലാ തഖ്നുതു എന്നാണ്. ലാ തഖ്നുതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരാശരാകരുത് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിൽ നമ്മോട് പറയുന്നുണ്ട്. വിശ്വാസിക്ക് നിരാശയില്ല എന്നാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാവും. മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകളെക്കാൾ, മതമനുസരിച്ച് ജീവിക്കാത്ത ആളുകളെക്കാൾ അധികം മതത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവർക്കാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവുക. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശയില്ല, നിരാശപ്പെടരുത് എന്നും അള്ളാഹു പറയും. അതാണ് ലാ തഖ്നുതു എന്ന് പറഞ്ഞത്. ചില ആളുകളെ നിരാശ പരീക്ഷണങ്ങൾ കൊണ്ടായിരിക്കൂല, തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തു തീർത്ത പാപങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കും. ഒരുപാട് കേട്ടാലും പറഞ്ഞാലും അറപ്പ് വരുന്ന, മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് പൊത്തുന്ന പല തിന്മകളും നമ്മിൽ പലരിലും ഉണ്ടാകാം. ഇതൊക്കെ ഓർത്തുകൊണ്ട് നീറി കഴിയുന്ന ആളുകളുണ്ട്. അവരുടെ ചിന്ത എന്താണെന്നറിയോ? ഇതൊക്കെ എൻ്റെ റബ്ബ് എന്നോട് പൊറുക്കുവാവോ, ഞാനൊക്കെ രക്ഷപ്പെടുവാവോ എന്നുള്ളതാണ് അവരുടെ ബേജാർ. ഞാനൊരു വേള ഈ മിമ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. പരിശുദ്ധ ഖുർആനിലെ വിശ്വാസികളെ ഇന്നത്തെ ഖുത്ബ കഴിഞ്ഞ് നിങ്ങൾ ഈ മസ്ജിദ് വിട്ടു പിരിഞ്ഞു പോകുമ്പോൾ സുമറിലെ 53-ാമത്തെ ആയത്ത് നിങ്ങളെയൊക്കെ മനസ്സിലുണ്ടാകണം. പരിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളും നമുക്ക് സമാധാനം നൽകുന്ന ആയത്തുകളാണ്. മനുഷ്യ മനസ്സുകളെ സംസ്കരിക്കാനാണ് ഖുർആന്റെ അവതരണം തന്നെ. ഖുർആൻ പറഞ്ഞത് എന്താ? ശിഫാഉൻ ലിമാ ഫി സുദൂർ, ഹൃദയങ്ങൾക്കുള്ള ശിഫയാകുന്ന ഖുർആനാണ്. ഏത് തരത്തിലുള്ള ശിഫയാണ്? മനുഷ്യന്റെ ഭൗതിക ശരീരത്തിൽ ബാധിക്കുന്ന രോഗങ്ങളെക്കാൾ വലിയ രോഗങ്ങളാണ് മനസ്സിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ. അതിൽ ടെൻഷനുണ്ട്, അതിൽ മറ്റുള്ള എന്താ പറയുക സങ്കടങ്ങളുണ്ട്.
എന്ത് തന്നെയായാലും അതിനൊക്കെയുള്ള മുച്ചൂടമായ പരിഹാരമാണത്രേ അള്ളാഹുവിൻ്റെ ഖുർആൻ. അല്ലാഹു അക്ബർ. ആ ഖുർആനിലെ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്ത്, ഖുർആനിലെ ഈ ആയത്തിനെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞു എന്താണെന്നറിയങ്ങള്, അർജ ആയ എന്നാണ്. അർജ ആയ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷക്ക് വക നൽകുന്ന ആയത്ത് എന്നാണ്. ഈ ആയത്ത് പഠിച്ച വിശ്വാസി ഒരിക്കലും നിരാശനാവൂല. ഈ ആയത്തിലെ പ്രയോഗമാണെന്ത്, ലാ തഖ്നതു എന്നുള്ളത്. ആയത്ത് അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, നമ്മുടെ മുത്ത് നബിയോട് അല്ലാഹു പറയാണ്, നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? യാ ഇബാദി, എൻ്റെ അടിമകളെ. പാപങ്ങൾ ചെയ്ത ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ പരാമർശം. അള്ളാഹു എന്ത് വിളിച്ചില്ല? അക്രമികളെ എന്ന് വിളിക്കായിരുന്നല്ലോ. നമ്മളാരെങ്കിലും അള്ളാഹ് എന്തെങ്കിലും ചെയ്യോ? പാപികളെ എന്ന് വിളിക്കായിരുന്നില്ലേ? എത്ര പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. പക്ഷെ കാരുണ്യവാനായ റബ്ബ് നമ്മളെ വിളിച്ച എന്താ, ഇതൊക്കെ തന്നിട്ടും അള്ളാഹ് ചെയ്യരുതേ എന്ന് പറയുന്ന പാപങ്ങൾ ചെയ്തിട്ടും പടച്ചോന്റെ വിളി എന്താ? യാ ഇബാദി എന്നാണ്, എൻ്റെ അടിമകളെ എന്നാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബുദ്ധിയുള്ള ഓരോ ആളുകളും ചിന്തിക്കണം, റഹ്മാനായ റബ്ബിന്റെ സ്നേഹം എത്രയാണ്, കാരുണ്യം എത്രയാണ്. എന്നിട്ട് എന്താ റബ്ബ് പറയണറിയോ? അങ്ങേയറ്റം അതിക്രമം ചെയ്ത ഒരു കുട്ടിയെ ഒരു ഉമ്മ ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിക്കുന്നതിനേക്കാൾ അധികം സ്നേഹത്തോടെ റബ്ബ് പറയണം, പറഞ്ഞു കൊടുക്കണേ നബിയെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് പാപങ്ങൾ ചെയ്തു പോയവരെ ലാ തഖ്നതു, നിരാശ വേണ്ട. ഇതാണ് ഖുർആന്റെ വരം. എല്ലാം പുറത്തു തരും. ഇതൊക്കെ മുമ്പിലുണ്ടെങ്കിൽ നമ്മളെ സമൂഹം മാലി മൗലൂദ് നിർത്തി വെച്ചിട്ട് വീണ്ടും പറയും, പാപങ്ങളെങ്കിലും ചെയ്തിട്ടുണ്ട് നബിയെ, പുറത്തു തരണേ എന്ന. അവർക്ക് നിരാശ വന്നതാണ്. എല്ലാം പൊറുക്കുന്ന ഒരാൾ പറഞ്ഞ പിന്നെ വേറെ ആളിലേക്ക് പോണോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എന്ന് പറഞ്ഞ പച്ചക്ക് എന്താ അർത്ഥം? കുറച്ച് ഞാൻ പുറത്തേറെ, കുറച്ചിന്റെ നബിനോട് ചോദിച്ചോളിന്നാ. എന്നാലും പല മാലകളിലും മൗലിദുകളിലും പറയുന്നത് എന്താണ്? പാപങ്ങൾ ചെയ്തു പോയി ഷെയ്ഖേ. അങ്ങനെ ആരെങ്കിലും ഇവിടെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്കുന്ന തിരുത്താനുള്ള അവസരമാണ്. അടുത്ത സെക്കൻഡിൽ ജീവൻ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. കാരണം ഏറ്റവും വലിയ പാപാണ് വന്നു പോണത്. അള്ളാഹുവിന്റെ 4 പേരിൽ ഒരു പേരെന്താ നിങ്ങള്? അല്ലാഹ് ഗാഫിറാണ്, അല്ലാഹ് ഗഫാറാണ്, അല്ലാഹ് ഗഫൂറാണ്, അല്ലാഹ് തവ്വാബാണ്. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ അറിയോ? പാപം പുറത്തിരുന്ന അർത്ഥം. ഒരു ശക്തിക്ക് അല്ലാഹ് സ്വീകരിച്ച പേരെന്താ? പാപങ്ങൾ പല സൈസിൽ ഞാൻ പുറത്തേരുന്നതിന്റെ അർത്ഥം. ഈ വിശ്വാസിയുടെ മുമ്പിൽ എന്തിനാ, ഈ വിശ്വാസികൾക്ക് എന്തിനാ കൂട്ടരെ നിരാശ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. നിങ്ങളൊക്കെ കേട്ടങ്ങളെ മനസ്സിൽ ഉറങ്ങിക്കിടക്കേണ്ട സംഭവം ഉണ്ടാവും. അതിനെ ഉണർത്തുക മാത്രം ചെയ്യണത്. പുതിയ കാര്യം പറഞ്ഞിരല്ല. ഒരുപക്ഷെ ഇന്നത്തെ ഹുത്തുബയിൽ പുതിയതൊന്നും ഉണ്ടാവില്ല. 100 പേരെ കൊന്ന ഒരാളുണ്ടായിരുന്നു ചരിത്രത്തിൽ. വലിയ സംഭവമാണ്. ആ 100 പേരെ കൊന്ന മനുഷ്യൻ അള്ളാഹ് പുറത്തു കൊടുത്തു എന്നാണ് സംഭവം. ഒരു മുക്കും പടന്നൊക്കെ ഇറങ്ങിയിട്ടേ ഒരു നല്ല പിച്ചാത്തി എടുത്തിട്ട് കാണുന്നോലൊക്കെ കണ്ടത്ത് കത്തിയാണ് കുത്തി കയറ്റിയിട്ട് കൊന്നിട്ട് പറയണേ എനിക്ക് നന്നാകണം എന്ന് പറഞ്ഞാല് ആ മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളെന്താ പറയാ, ഈ എവിടെ ചങ്ങായി നന്നാകണം? ആ മനുഷ്യനെ പച്ചക്കല്ലേ വെറുതെ കൊന്നത് അല്ലേ? ഇങ്ങനത്തെ 100 ആളെ കൊന്ന മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞെന്താ അറിയോ? ആ മനുഷ്യൻ നന്നാകാൻ വേണ്ടി നാട് വിട്ടു പോകാൻ ഒരു പണ്ഡിതൻ പറഞ്ഞപ്പോ പോണ വൈക്കാൾ മരിക്കണം, നന്നാകാൻ പോകണേ. അയാളെ പോകാൻ ഉദ്ദേശിച്ച സ്ഥലേതാണോ അവിടേക്ക് എത്തണതിന് മുമ്പ് മരിച്ചേ. ഹദീസ് കാണാൻ പറ്റും, സ്വർഗ നരക മലക്കുകൾ തർക്കത്തിലായി. ഇയാൾ എങ്ങോട്ടാ കൊണ്ടോണ്ട്? അവസാനം ഒരു തീരുമാനിച്ചല്ലോ, ഇയാൾ നന്നാകാൻ വേണ്ടി പോകാൻ ഉദ്ദേശിച്ച നാടേതാണോ അങ്ങോട്ട് കൂടുതൽ അടുത്തേക്കണേ അയാൾ സ്വർഗത്തിലാണ്. അതല്ല അവിടുന്ന് കുറച്ച് പിന്നിട്ടിട്ടുള്ളോ നരകത്തേക്കാണ്. സംഭവം നോക്കിയപ്പോ സ്വർഗത്തിലാണ്. നിങ്ങൾ ആരെങ്കിലും പറയും ഒരു മുക്ക് എൻ്റെ ഹുത്തുബ കേൾക്കണ, നാളെ യൂട്യൂബിൽ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇത്ര വലിയ തിന്മ ചെയ്ത ആരെങ്കിലും ഉണ്ട്? ഒരു പൂച്ചനെ വരെ അടിച്ചു എല്ലാം കൈയോർക്കാത്ത ആൾക്കാരാണ്. എന്നിട്ട് നമ്മളെന്താ പറയാ, എൻ്റെ പാപങ്ങളൊക്കെ എൻ്റെ റബ്ബ് അറിഞ്ഞിരുന്നെങ്കിലേ അറിഞ്ഞിക്കണേ. അങ്ങനെ പറയണ്ട, എനിക്ക് പുറത്തു തരൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചിന്ത, നിരാശ വേണ്ട. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം മാത്രം വായിച്ചാൽ മതി.
ഉമർ റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേര് ഖത്താബ് എന്നാണ്. ഖത്താബിന്റെ കഴുത ഉണ്ടായിരുന്നു. ആ കഴുത നന്നായാലും ഉമർ നന്നാവൂല. നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നറിയോ, പലരെ കുറിച്ചൊരു മുൻധാരണ ഉണ്ടാവും നമുക്ക്, ഓ നന്നാവൂല. അത് പച്ചക്ക് തിരുത്തി കുറിച്ച സംഭവമാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാം സ്വീകരണം. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞിരുന്നതാണ് 23-ാമത്തെ വയസ്സിൽ, 23 24 ആ പ്രായത്തിലാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് ആകാശത്ത് കൈകൾ ഉയർത്തിയിട്ട് സഹാബികളൊക്കെ ഒരുമിച്ച് പ്രഖ്യാപിച്ചത് അല്ലാഹു അക്ബർ എന്ന്. കാരണം ഓൽക്ക് എന്തോ ഒരു ധൈര്യം കിട്ടും മേത്ത് കൂടി കയറിയ പോലെയെന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് അപ്പന്റെ തല നടന്നു പോണ വഴിയിൽ കയ്യിൽ വടിയിട്ട് ഇങ്ങനെ തല്ലി താഴിടുന്ന പോലെ ആയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ആൾക്കാരെ കൊന്നിരുന്നത്. അങ്ങനെ തന്നെ ഉണ്ട് ചരിത്രത്തിൽ. ആ ഉമർ ഇസ്ലാം സ്വീകരിക്കുകയോ, നമ്മൾ പലരെ കുറിച്ച് എന്താ പറയുക, ഓ നന്നാകെ, ഓൻ ആ മറ്റേ ടീമിന്റെ ഭയങ്കര ആളാണ്, ഓനോടൊന്ന് സംസാരിക്കേ വേണ്ടെന്നാണ് അല്ലേ. ആ സംസാരിക്കേ വേണ്ട എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഓനെ പടുവിഡി. കാരണം എന്താ, നമ്മളെ ലഘുലേഖ അവിടെ കൊടുക്കണ്ട, നമ്മളെ കൈപുസ്തകം അവിടെ കൊടുക്കണ്ട, നമ്മളെ ക്ലിപ്പ് ഓനക്ക് അയച്ചു കൊടുക്കണ്ട, ഓനോട് സംസാരിക്കേ വേണ്ട. ആരാ നീ പറയാൻ? അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ എല്ലാ ചിന്താഗതികളെയും വെട്ടിത്തിരുത്തി അല്ലാഹു. ഉമർ റളിയല്ലാഹുവിന്റെ ഉപ്പാന്റെ പേര് ഖത്താബ്. ഖത്താബിനൊരു കഴുത ഉണ്ടായിരുന്നു. ആ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം സ്വീകരിക്കൂല. പക്ഷെ എന്താ സംഭവിച്ചത്? ഇന്ന് നിങ്ങൾ ഞാനൊക്കെ ഉമറിനെ ഓർക്കണത് എങ്ങനെയാണ്? സ്വർഗത്തിലെ 2ാം റാങ്കുകാരനാണ്. ഉമർ റളിയല്ലാഹുവിനൊരു വഴിക്ക് പ്രവേശിച്ചാൽ പിശാച് പരിസരത്ത് എവിടെയുണ്ടെങ്കിൽ ഓടുന്നാണ് ഉമറിന്റെ ഈമാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാം സ്വീകരണവും അദ്ദേഹത്തിന്റെ ഹൃദയമുരുകിയ തൗബയും അള്ളാഹ് സ്വീകരിച്ചില്ലേ? അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങി പോകുന്നേ? പഠിച്ചോനെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് പലതും ചെയ്തിട്ടുണ്ട്, അതാണ് എനിക്ക് പലതും അസ്വസ്ഥത തരുന്നത്, ഈ പൊറുക്കണം കേട്ടോ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഏത് സെക്കൻഡിലാണ് പറഞ്ഞാൽ പഠിച്ചോ പുറത്തു തരും. എന്താകട്ടെ, എന്ത് തിന്മയാട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ഇങ്ങനത്തെ കുറെ നിരാശയും പേറി നടക്കണ കുറെ ആളുകളുണ്ട്. അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു ഒരു വചനം തരങ്ങള്, അൽ അജബു മിമ്മൻ യുഹ്ലികു വമഅഹു നജാ എന്നാ. ഖീല വമാ ഹിയ ഖാല അൽ ഇസ്തിഗ്ഫാർ. അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇസ്ലാമിൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, നജാത്തിന്റെ വഴി എന്താ? നജാത്ത് എന്ന് പറഞ്ഞാല് രക്ഷക്കുള്ള വഴി എന്നാണ്. ആ രക്ഷപ്പെടാനുള്ള വലിയ ഒരു വഴി അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ ഒരു വാതിൽ ഉണ്ടാക്കി തന്നിട്ട് അതിലൂടെ കയറാനുള്ള അവസരം ഏതുവരെ ഉണ്ടറിയങ്ങള്? അന്ത്യനാളിന്റെ വലിയ അടയാളങ്ങളിൽ പെട്ടതാണ്. ഇന്ന് സൂര്യൻ എവിടുന്നാണ് ഉദിക്കണം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉദിക്കുക. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. എത്ര എന്തിനെ തൗബക്കേ. പക്ഷെ നമ്മളതുവരെ ഉണ്ടാവും എന്നുള്ളതാണ് ചർച്ച. സമയം കളയരുത്. 5 കാര്യത്തിന് ധൃതി കൂട്ടണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ധൃതി പാടില്ല. അൽ അജലത്തു മിന ശൈത്താൻ, അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞ പടച്ചോൻ പറയണത് 5 കാര്യത്തിന് ധൃതി കൂട്ടണം എന്ന്. അതിൽപ്പെട്ടൊന്നെന്തറിയോ? അത്തൗബത്തു മിന ദംബ്, തെറ്റെന്ന് രക്ഷപ്പെടാൻ. അതിപ്പോ ഞാനിപ്പോ നല്ല പ്രായമാണ്, എന്നാലിപ്പോ പഴയതൊക്കെ കുറച്ച് ഇനി ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോട്ടെ, കുറച്ചേണ്ട് നന്നാകാം എന്ന് പറയാൻ എൻ്റെ അയൽവാസി ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച മരിച്ചിട്ടുണ്ടാവും, ഓനെ ഓർത്താൽ മതി. ഈ ആഴ്ചയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുനീർ ഷറഫി ഖുത്ബ പറഞ്ഞിട്ട് ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ നിങ്ങൾ എത്ര മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ വായിച്ചു? കൂടാളിയിലെ 5 ചെറുപ്പക്കാരെ മരണ വാർത്ത കേട്ടിട്ടപ്പോൾ നമ്മളവിടെ വന്നിരിക്കുന്നത്. അതിലെ ആ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ, എൻ്റെ മരം ഉണ്ടായില്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ ഓനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണം, പാപമോചനം തേടണം പറയുന്നത്. വയസ്സെത്ര? 22. ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കെത്രയായി? ബോണസാണ്, ദുനിയാവിലൊക്കെ ബോണസാണ്. അതുകൊണ്ട് ഒന്നും കൂടുതൽ ആഗ്രഹിക്കണ്ട. ഇങ്ങനെ സുഹൃത്ത് പറയാൻ ഈ മിമ്പറുകളെ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ആരും പറഞ്ഞു തരൂല. അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ കളി കാണുമ്പോൾ കൂട്ടത്തിൽ നിന്ന് ആരും പറഞ്ഞു തരൂല. നിങ്ങൾ ടൗണിൽ കച്ചവട തിരക്കിലാവുമ്പോൾ ആരും പറഞ്ഞു തരൂല. അത് എവിടുന്ന കിട്ടുക? ഇങ്ങനത്തെ സദസ്സെന്ന കിട്ടുക. അതിന്റെ പേരാണ് സുഹൃത്ത്. ജീവിതം ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവാണ് സുഹൃത്ത്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നാൽ അലി റളിയല്ലാഹു അൻഹു പറയണത് വലിയൊരു വാതിൽ അല്ലാഹു ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ അഹങ്കാരം, നിനക്ക് അഹങ്കാരം ഉണ്ടാക്കുന്ന, അതായത് നീ ജീവിതത്തിൽ ചെയ്ത പെർഫെക്ഷൻ ആയ നന്മ ഉണ്ടാവില്ലേ? എന്താ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? നീ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല അഹങ്കാരം ഉണ്ടാക്കുന്ന, നിനക്ക് തന്നെ അഹങ്കാരം തോന്നുന്ന നന്മ ഉണ്ടാവില്ലേ? ആ നന്മയേക്കാൾ നിനക്ക് നല്ലത് നീ ചെയ്യുന്ന ഒരു ഇസ്തിഗ്ഫാർ ആണെന്നാണ്. നിങ്ങളിവിടെ പള്ളിയിൽ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന, നാവുമെന്നല്ല. സുഫിയാൻ സൗരിന്റെ മുമ്പെന്ന് ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ ചെല്ലുക. താബിഈയാണ് അദ്ദേഹം.
അദ്ദേഹമല്ല ചൊല്ലിയത്, അദ്ദേഹത്തിന് മുമ്പെന്ന് ഒരാള്. അപ്പൊ സുഫിയാൻ സൗരി ചോദിക്കുകയാണ്, ഈ ഇസ്തിഗ്ഫാറിന് എപ്പോൾ അടുത്ത ഇസ്തിഗ്ഫാർ എന്ന് ചോദിച്ചത്. കാരണം ആ ചൊല്ലിയ ശരിയല്ല, വെറുതെ ഒരു കാട്ടിക്കൂട്ടല. അങ്ങനെ അധരങ്ങൾ കൊണ്ടല്ല, മനസ്സെന്ന് വരട്ടെ. അത് പഠിച്ചവന് എത്ര സന്തോഷം അറിയങ്ങള്. ആരാ ഈ സന്തോഷിക്കണേ? ഈ പ്രപഞ്ചത്തിന്റെ ഉടമയാണ് ഈ സന്തോഷിക്കുന്നത്. അങ്ങനെയോ? വെറുതെ ഇന്നലെ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ തുമ്മുമ്പോഴേ 160 കിലോമീറ്റർ സ്പീഡിൽ അത്ര കാറ്റ് പുറത്തു പോകണം മൂക്കിൻ്റെ ഉള്ളിൽ കൂടിയേ. എത്ര കൊല്ലം നമ്മൾ തുമ്മണം, ഒന്ന് തുമ്മിയടക്കം ആൾക്കാരെ കൂട്ടത്തിലുണ്ടാവും. കാലാവസ്ഥയൊക്കെ മാറിയതാണല്ലോ. നമ്മൾ തുമ്മുമ്പോൾ എത്ര സ്പീഡിലാണ് പുറത്തേക്ക് കാറ്റും മുന്തിരിയും തെറിക്കണത്? കിലോമീറ്ററിൽ 160 കിലോമീറ്റർ സ്പീഡിലേ. നിങ്ങളെ വണ്ടി 160 പോണ സ്പീഡ് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ സംവിധാനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റബ്ബുണ്ട്. 500 തരം ഡ്യൂട്ടികളാണ് അത്ര കരൾ മാത്രം ശരീരത്തിൽ ചെയ്യണത്. 500 ഡ്യൂട്ടികൾ. ഭാര്യ ഒരു 3 പണി ഇന്ന് ഏൽപ്പിച്ചോക്കട്ടെ, വീട്ടിൽ ചെന്നിട്ട് ഞാനും മനുഷ്യനല്ലേ എന്ന് ചോദിക്കാം നമ്മള്, അല്ലേ? ഒരു 2-3 പണി നമ്മൾ ഏൽപ്പിച്ചാലേ ഇത്ര പോകുന്നൊരു സാധനം 500 ഡ്യൂട്ടിയെ ശരീരത്തിൽ ചെയ്യണത്, അല്ലേ? 30 അടി ഉയരത്തിലാണ് അത്ര ഹൃദയത്തിലേക്ക് എന്താ പറയാ നമ്മുടെ രക്തം പമ്പ് ചെയ്യണത്. 30 അടി ഉയരത്തേക്ക് പാറുന്നതാണ് മേലെ പുറത്തേക്ക് അത് ചീറ്റിയല്. 50 കൊല്ലം ഈ പണി നടക്കുന്നുണ്ട്, അല്ലേ? ഈ റബ്ബ പറയണത് നിരാശ വേണ്ട. ഈ റബ്ബിനെ പ്രതീക്ഷ ഉണ്ടാക്കാനാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ഇതെന്ന് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടാണ് കണ്ട ജാറങ്ങളിലേക്കും മക്ബറകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നോക്കൂ, നിങ്ങൾ തലക്ക് സുഖമില്ലാത്ത ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ പറയണത്? ലോകം നിയന്ത്രിക്കുന്ന പറയണത്. ഈ സമൂഹത്തെ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ചില ആളുകളുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ, അല്ലേ? പിന്നെ ഈ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയണത് അറിയോ? 100 പേരെ കൊന്ന ആളുണ്ടല്ലോ, അയാളെ കേടുവരുത്തിയത് അയാളുടെ സാഹചര്യങ്ങൾ കൂട്ടുകെട്ടുവാണെന്നാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ തിന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? ആരാ നിർത്തലാക്കേണ്ടത്? നമ്മളാണ്. എൻ്റെ വീട്ടിൽ ഹറാമ് കാണൂലെന്ന് ഓൽക്ക് അന്നം കൊണ്ടേ കൊടുക്കണം, ഞാനാ തീരുമാനിക്കേണ്ടത്. അത് ഞാൻ ചെയ്യണില്ല, ഓലവിടെ ചെയ്യണ്ടാവും എന്ന് പറഞ്ഞാല് നമ്മളെന്ത് ഗൃഹനാഥന? ദയ്യൂസുകളാകരുത്. അല്ലാഹുൽ മുസ്തആൻ. അത് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്. കാരണം ഈ ഇരിക്കണ മുഖങ്ങളൊക്കെ നമ്മൾ പരിചയക്കാരറിയും. കാരണം ഓലെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം എന്താ? കൂട്ടിക്കൊടുപ്പ് വരും. നമ്മളെ വേണ്ടപ്പെട്ട തിന്മക്ക് കൂട്ടുന്നു കൊടുക്കുക. നമ്മളൊന്നാലോചിച്ചു. അതാണത്രേ വീട്ടിൽ തിന്മ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഗൃഹനാഥന്റെ ഉപമ എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സാഹചര്യങ്ങൾ ഏത് തിന്മയിലേക്കും മനുഷ്യനെത്തുന്ന സാഹചര്യത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, വ്യഭിചാരത്തിക്ക് മനുഷ്യനെത്തുന്ന നോട്ടത്തു കൂടിയാണ്. ആ നോട്ടത്തു കൂടി വ്യഭിചാരത്തിക്ക് എത്തപ്പെട്ടിട്ടേ ആ തിന്മയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിന് പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയാ ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അതിന്റെ ഇത്തിരി 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 ഇടങ്ങറില്ല അത്ര. എന്ത്? ആദ്യം ആ നോട്ടത്തെ നിയന്ത്രിക്കാൻ. ആദ്യമേ ആ നോട്ടത്തെ നിയന്ത്രിക്കാന് അത്ര റിസ്ക് ഇല്ല. പക്ഷെ പിശാചുണ്ടല്ലോ, അത് നിയന്ത്രിക്കാൻ സമ്മതിക്കൂല. ഹറാമ് കാണിപ്പിക്കൂല നമ്മളെ കൊണ്ട്. ഇത് ഞാൻ എന്തിനാ പറയണറിയോ? സാഹചര്യങ്ങൾക്കുള്ള സിറ്റുവേഷൻ നമ്മൾ ഈ ചങ്ങാതിയെ 100 ആളെ കൊല്ലാൻ ഇടവരുത്തിയത് സാഹചര്യങ്ങളാണ്. മാത്രമല്ല അദ്ദേഹത്തിന് കുറെ മോശം കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു നാട്ടിൽ. അതുകൊണ്ടാണ് ഒരു ആലിമ പറഞ്ഞത് ഈ ഇവിടുന്ന് പോന്ന് പറഞ്ഞത്. പറ്റിയ നാട്ടിൽ ഈ ഇവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. നാട്ടിൽ നിന്ന് നന്നാവൂല ഓലെ പറഞ്ഞേക്കണ്ടേ ഇവിടുന്ന്. കാരണം അങ്ങനത്തെ കൂട്ടത്തിൽ പെട്ട ഒരാളായിരുന്നു അയാള്. പിന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്ന കാര്യങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിലൊരു പ്രയോഗം, നിരാശ വേണ്ടെന്നാണ്. വീണ്ടും അള്ളാഹു പറയാണ്. ഇത് ആര് പറഞ്ഞ വാക്കറിയങ്ങള്? മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബിക്ക് 3 മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം. യാക്കൂബ് നബിയുടെ ചരിത്രം അതിഗംഭീരമാണ്. ആ 3 മക്കളിൽ ഒന്നാമൻ യൂസുഫാണ് നഷ്ടപ്പെട്ടത്. രണ്ടാമൻ ബിന്യാമീനെ നഷ്ടപ്പെട്ടത്. യൂസുഫ് നബിയുടെ നേരെ അനിയനാണ്. മൂന്നാമൻ ആരറിയോ? ബിന്യാമീനെ നഷ്ടപ്പെട്ടുകൊണ്ട് നാട്ടിക്ക് തിരിച്ചു വരാത്ത റആബീൻ എന്ന് പറയുന്ന മൂത്ത മോൻ, 12ാമത്തെ മോൻ. 12 മക്കളിൽ ഒന്നാമൻ. ഈ 3 മക്കളെ നഷ്ടപ്പെട്ടപ്പോൾ ബാക്കി ശേഷിച്ച 9 ആളുണ്ടായിരുന്നു. ഈ 9 ആളോട് യാക്കൂബ് നബി പറഞ്ഞ വാക്കെന്തറിയോ? യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീ. എൻ്റെ പൊന്നുമക്കളെ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം ചെന്നിട്ട് യൂസുഫിനെ എന്ന് പറഞ്ഞു. 45 കൊല്ലം കഴിഞ്ഞ് യൂസുഫിനെ നഷ്ടപ്പെട്ടിട്ട്, എന്നിട്ട് നിരാശ കൈവിടാതെ, പ്രതീക്ഷ കൈവിടാതെ, നിരാശനാകാതെ മഹാനായ യാക്കൂബ് നബി പറയാണ് ഫതഹസ്സസു, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അന്വേഷണത്തിനാ പറയാം, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാ? വലാ തൈഅസു മിർ റൗഹില്ല,
അള്ളാഹുവിൻ്റെ റാഹത്തിനെ കുറിച്ച് നിരാശപ്പെടാൻ പാടില്ല. അള്ളാഹിന്റെ സമാധാനത്തെക്കുറിച്ച് നിരാശപ്പെടാൻ പാടില്ല. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ആർക്കാ നിരാശപ്പെടാൻ കഴിയുക? കാഫിരിങ്ങൾക്കാണ്. അപ്പൊ അള്ളാഹിന്റെ പ്രതീക്ഷയെക്കുറിച്ച് നിരാശ ആർക്കുണ്ടാവുക? കാഫിറുകൾക്കാണ്. അത് കാഫിറുടെ സ്വഭാവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 18 കൊല്ലം കഴിഞ്ഞിട്ട് വടിമ കുത്തി എണീറ്റു എന്ന ചരിത്രം. അയ്യൂബ് നബി അലൈഹിസ്സലാം 18 കൊല്ലം കണ്ണിന്റെ ഉള്ളിലൊഴികെ ശരീരത്തിലെ എല്ലാ തൊലിയിലും മുറി, മാറാത്ത മുറി 18 കൊല്ലം. 18ാം കൊല്ലം ഈ മുറിയൊക്കെ മാറിയിട്ടേ അള്ളാഹിന്റെ മഹാത്ഭുതം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അല്ലെ, ഉർക്കുളു ബിരിജ്ലിക് ഹാദാ മുഅ്തസലും ബാരിദും വശറാബ്. അയ്യൂബേ, താങ്കളുടെ കാലം നനക്കുക. കാലിന്റെ അടിയിൽ നിന്ന് എന്താ വന്നത്? ബാരിദും വശറാബ്, തണുത്ത കുടിക്കാൻ പറ്റുന്ന ബാരിദായ ശറാബ് വന്നു എന്നാണ്. വെള്ളം വന്നു, അതിൽ മുങ്ങാൻ പറഞ്ഞു. മുങ്ങിയപ്പോ ശരീരത്തിലൊക്കെ മാറിയെന്നാണ്. ഭാര്യ വരെ അത്ഭുതപ്പെട്ടു പോയല്ലോ. നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പോലെ ഉണ്ടല്ലോ എന്നാണ് പെട്ടെന്ന് കണ്ടപ്പോ ഭാര്യ പറഞ്ഞത്. അയ്യൂബ് നബിനോട് തന്നെ പറയണ ഭാര്യ, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ പോലെ ഉണ്ടല്ലോ. അങ്ങനെ മാറി. അയ്യൂബ് നബിക്ക് ക്ലാരിറ്റി വരുത്തി കൊടുക്കേണ്ടി വന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെയാണ്. 18ാം കൊല്ലം അദ്ദേഹം ആ വടിയിൽ ഊന്നി എണീറ്റ് നിന്ന് അദ്ദേഹം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആ വലിയ പരീക്ഷണത്തിന് അർഹനായപ്പോ അല്ലാഹ് പറയണേ, അദ്ദേഹം ക്ഷമിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ എല്ലാ ലൊറ് എന്ന് പറഞ്ഞാല് അതിൽ മരണം പെടും, പട്ടിണി പെടും, ദാരിദ്ര്യം പെടും, കഷ്ടപ്പാട് പെടും, രോഗം പെടും, ഒക്കെ പെടുന്നൊരു വാക്കാണ് ലൊറ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഞാൻ നീക്കം ചെയ്തു കൊടുത്തു. പട്ടിണിയിലായിരുന്നു, മക്കളുണ്ടായിരുന്നില്ല, ഒക്കെ മരിച്ചുപോയി. പിന്നെ രോഗം വന്നത്. അല്ലാഹ് പറയണേ, വആതൈനാഹു അഹ്ലഹു എന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഞാൻ തിരിച്ചു നൽകി. യാക്കൂബ് നബിയുടെ 3 മക്കളും നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞ് ജീവിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞെന്തറിയോ? നിങ്ങളുടെ ക്ഷമ കൊണ്ടും എന്നിലുള്ള സമർപ്പണ ബോധം കൊണ്ടും പ്രതീക്ഷ കൊണ്ടും നിങ്ങളെ മക്കൾ മരിച്ച് മണ്ണിലേക്ക് പോയിക്കണമെങ്കിലടക്കം ഞാൻ ഓൾക്ക് ജീവൻ കൊടുത്ത് നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്ന പറഞ്ഞ പ്രതീക്ഷ വേണം. ഇത് നമ്മുടെ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു. ആർക്ക് വരെ? തൗഹീദുള്ളവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ പല രംഗത്തും നമുക്ക് സമാധാനമില്ലാത്തത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. എന്നാൽ അള്ളാഹ് പറയണേ, മക്കളെ കുടുംബത്തെ മാത്രമല്ല, അതുപോലെയുള്ള വേറെയും കുടുംബാംഗങ്ങളെ ഞാൻ അദ്ദേഹത്തിന് നൽകി. റഹ്മത്തമ്മിന് എന്തിനാന്നുള്ള പറഞ്ഞു? നമ്മുടെ അടുത്തുള്ള റഹ്മത്തായിരുന്നു അത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ വിഷയത്തിൽ സുജൂദുകൾ നമുക്ക് പറ്റിയ സമയമാണ്. കടന്നിങ്ങനെ പറഞ്ഞോളി. നിങ്ങൾ ആ സുജൂദിൽ കിടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു റബ്ബിനോട്. കുറെ നല്ല ഫ്രീ മൈൻഡോടെ നമുക്ക് എണീക്കാൻ പറ്റും. രാവിലെ പറ്റുമെങ്കിൽ തഹജ്ജുദിന് എണീറ്റിട്ട് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു നോക്കണേ. നിസ്കാരശേഷം റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്കണേ. ഒരു യാത്ര ചെയ്യുകയാണ് റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കണേ. സഹോദരങ്ങളെ, പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ള പ്രതീക്ഷ. നമ്മൾ കുടിക്കുന്ന എന്തൊക്കെ മരുന്നുകളുണ്ടോ, എന്തെല്ലാം ചികിത്സകളുണ്ടോ, അതിനേക്കാളൊക്കെ 10 മടങ്ങ് എഫക്റ്റാണ് പ്രപഞ്ചങ്ങളുടെ പ്രകാശമാണത്. ഇതുകൊണ്ടാണ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതാരെ മുൻകഴിഞ്ഞു പോയ ആളുകൾ. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് വലാ തൈഅസു വലാ തഖ്നുതു എന്നൊക്കെയുള്ള പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയുമായി മുന്നേറുക. വന്നുപോയ പാപങ്ങൾ റബ്ബിലേക്ക് ഏറ്റുപറയുക. ശിഷ്ടകാലം ഇനി ജീവിച്ചത്ര ഉണ്ടോ എന്ന് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയില്ല. ഉള്ളത് നന്നായി ജീവിച്ച് കാത്തിരിക്കുന്ന സ്വർഗീയ ലോകം നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹു അതിനെ നല്ലൊരു ശുദ്ധമായ ഈമാനുള്ള ഹൃദയത്തെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പരീക്ഷണങ്ങൾ എന്ത് തന്നെ കടന്നു വന്നാലും ഒരു വിശ്വാസി പറയാൻ പഠിക്കേണ്ട വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. ആ വാക്ക് പറഞ്ഞുള്ള പ്രത്യേകത എന്താ? നിങ്ങൾ പിന്നീട് ആ പരീക്ഷണം എന്താണോ അത് അവനെ ബാധിക്കൂല എന്നാണ്. നമ്മളെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയത് അതിങ്ങനെ റോഡ് കൂടി മയ്യത്ത് വിളിച്ചു പറയുമ്പോൾ ചെല്ലാനുള്ള വാക്കാന്നാണ്. അതിനായിട്ടൊരു സ്റ്റിക്കർ ഉണ്ട് നമ്മളെ വാട്സപ്പിൽ. ആര് മരിച്ചാലും 2 ക്ലിക്കാണ് അല്ലേ? ഒരു വോയിസ് ഇട്ട് അല്ലാഹു മഗ്ഫിർ എന്ന് പറയാനടക്കം നമുക്ക് എന്തില്ല, ഇപ്പൊ ക്ഷമല്ല. ടൈപ്പ് ചെയ്തുണ്ടാക്കാൻ ക്ഷമല്ല, അത് ഉണ്ടാക്കി വെച്ചിക്ക അല്ലേ? ഇത് ഞാൻ എന്തിനാ പറഞ്ഞറിയോ? അത് അങ്ങനെ വരേണ്ടതല്ല.
ഖുർആൻ എവിടെയാണ് ഈ ആയത്ത് പറഞ്ഞത്? ഇദാ സ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വല്ല മുസീബത്തും ബാധിച്ചത്. മുസീബത്ത് മരണം മാത്രമല്ല, അവിടെയും പറയാം. പണ്ഡിതന്മാർ പറയണെന്തറിയോ, നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ടയർ പഞ്ചറായി, പറയാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ടയറിനെ മാറ്റിയിട്ടു പിന്നെ പോകുമ്പോൾ അള്ളാന്റെ കാവലുണ്ടാവും അതിൻ്റെ അർത്ഥം. എന്നിട്ട് ഇതൊക്കെ ചൊല്ലിയിട്ടും പഞ്ചറാകണോ? അതാണ് അള്ളാന്റെ തീരുമാനം. ഇത് ചൊല്ലിയിട്ട് പിന്നെ കല്ലും മുള്ളുള്ള റൂട്ട് കൂടി പോകാന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിന്റെ അപ്പുറത്താണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ അത് അതിൽ ആ ഖദറിൽ എന്ത് ചെയ്യാ? നമ്മൾ പറയേണ്ട വാക്കെന്താ? അല്ലാഹുവേ ഖദ്ദർ അല്ലാഹ്, നിന്റെ വിധി അങ്ങനെയാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുക. അതിൽ ഖൈറുണ്ടാവും. പിന്നെ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെറുതും വലുതുമായത് സംഭവിച്ചാലും അല്ലെ, പണം നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ജോലിയിൽ തടസ്സങ്ങൾ വരിക, ബിസിനസിന്റെ തകർച്ച സംഭവിക്കുക, പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ വാർത്ത കേട്ടു, അവിടെയൊക്കെ നമുക്ക് പറയാം ഇന്നാലില്ല. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഞങ്ങളൊക്കെ നിന്നിൽ നിന്നുള്ളവരാണ്, നിന്നിലേക്ക് തിരിച്ചു വരേണ്ട ആൾക്കാരാണ്. വിനയപ്രകടനമാണ് നമ്മൾ അവിടെ നടത്തുന്നത് അല്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? പ്രാർത്ഥന വലിയ ആയുധമാണ്. ആ മൂർച്ചയുള്ള ആയുധം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മര്യാദയാണ് ധൃതി പാടില്ല എന്നുള്ളത്. ധൃതിയോടെയുള്ള മനസ്സോടെ നീ പ്രാർത്ഥിക്കുകയാണോ അള്ളാഹ് ഉത്തരം തരൂല. അള്ളാഹ് ഈ പെട്ടെന്ന് ഉത്തരം തരും അത് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? കാര്യം അവതരിപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നുകിൽ അപ്പം തന്നെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പം പരലോകത്തുനിന്ന് കിട്ടുക, അല്ലെങ്കിൽ ഒരു പാപം വായിച്ചു തരും. ഏതാണ് അള്ളാഹ് സ്വീകരിക്കുന്ന വഴി നമുക്കറിയില്ല. എന്ത് ചെയ്യാ? ധൃതി കൂട്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ധൃതി കൂട്ടാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. പിന്നെന്തെന്നറിയോ? മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതായത് ആരെങ്കിലും പെട്ടെന്നാണ് മരിച്ചുപോയി, എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചു, ചില ആളുകൾ ആകെ തളർന്ന് അല്ലേ. ഇപ്പോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചൊരു വാർത്ത എന്താ? സ്വന്തം മകൻ പള്ളിയിലേക്ക് പോവുകയാണ്, 8ാം ക്ലാസ് പഠിക്കുന്ന മകൻ. അയൽവാസിന്റെ വീടിന്റെ മുറ്റത്ത് കൂടെ പോവുക. അപ്പൊ അതിലൂടെ പോണ സമയത്ത് ആ കുട്ടിന്റെ മേത്തേക്ക് ഗേറ്റ് മറിഞ്ഞു. ഗേറ്റ് തുറന്നപ്പോ, അങ്ങനെ റെയിൽ ഗേറ്റ് ആയിരുന്നു, മറിഞ്ഞു എന്നാ, കുട്ടി മരിച്ചു. ഈ വാർത്ത കേട്ട കുട്ടിന്റെ മമ്മി മരിച്ചു അല്ലേ. ചില വാർത്തകളൊന്നും ചില ഹൃദയങ്ങൾക്ക് താങ്ങൂല. പക്ഷെ ദുനിയാവിലെ എന്ത് തന്നെ പരീക്ഷണങ്ങൾ ആരെ ജീവിതത്തിൽ ഉണ്ടായാലും സഹോദരങ്ങളെ, എന്താ വിശ്വാസം വിചാരിക്കറിയോ? ഇതൊക്കെ എനിക്ക് പരലോകത്ത് അല്ലാഹു ഞാൻ ക്ഷമിക്കുകയാണെങ്കിൽ തിരിച്ചു തരുന്നുള്ള ബോധം വേണം. ജന്മന ഒരു കുട്ടിയാണ് മരിച്ചു, എന്താ ഒരു വിശ്വാസിക്ക് പറയാനുള്ളത്? എന്താ പറയുള്ളത്? എൻ്റെ മക്കളെക്കുറിച്ച്, അങ്ങനെയുള്ള മക്കളെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളുടെ പുറത്ത് ഓലിന്റെ വെയിറ്റ് ചെയ്യുന്നു, ഓലിന്റെ കോന്തലക്കെട്ട് പിടിച്ച് സ്വർഗത്ത് കൊണ്ടുപോകുന്നുള്ള ആഗ്രഹം നമുക്ക് വേണ്ടത്. സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, പക്ഷെ അതങ്ങോട്ട് പരലോകം ദുനിയാവും കളയണ കോലത്തിലാകരുത് എന്ന് ഇസ്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് പരീക്ഷണമാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പറഞ്ഞെന്താ കാര്യങ്ങള്? ലാ തബ്ത ഇസ്നാണ്, ദുഃഖം ഒരു വിശ്വാസിക്കില്ല. മാനസികമായിട്ട് ദുഃഖം ഉണ്ടാവും, പക്ഷെ അതങ്ങോട്ട് അമിതമായിട്ട് ഡിപ്രഷൻ ബാധിച്ച് ആത്മഹത്യ വരെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവില്ല അല്ലേ. നിങ്ങളെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കാണ് നമ്മുടെ മക്കളൊക്കെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്. ചെറിയ ചെറിയ വിഷയങ്ങൾക്കാണ് എന്ത് തന്നെ പരീക്ഷണങ്ങൾ കടന്നു. അപ്പൊ അയ്യൂബ് നബിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മളെ മക്കൾക്ക്. അയ്യൂബ് നബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കും, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കാലങ്ങൾക്ക് ശേഷം തന്റെ കൊച്ചനിയൻ ബിന്യാമീനെ കണ്ടപ്പോ ആവാ ഇലൈ, തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മകനോട്, ആ അനിയനോട്, അതേ മിസ്റിലെ അസീസായി വാഴുന്ന കാലത്ത് യൂസുഫ് നബി പറഞ്ഞതെന്താ? ലാ തബ്തൈസ്, നീ ജീവിതത്തിൽ അനുഭവിച്ചു പോയ എന്തെല്ലാം വിഷമതകളുണ്ടോ അതിനൊന്നും അനിയായി ഇനി നീ വിഷമിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ യൂസുഫിൽ 69-ാമത്തെ ആയത്ത് സമയം കിട്ടുമ്പോൾ മറിച്ചു നോക്കിയും 12-69 യൂസുഫ് നബി തന്റെ അനിയനോട് പറഞ്ഞ വാക്കാണത്. സഹോദരങ്ങളെ, ഭൂതകാലത്ത് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന അക്രമങ്ങളെയും പ്രയാസങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടാണ് യൂസുഫ് നബി എന്ന് പറഞ്ഞത്. ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സ് കയറുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല. അതൊക്കെ ഓല ജീവിതവുമായി ടച്ച് ചെയ്ത് അഗാധമായി നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയണം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും. പിന്നെ ചില ആളുകളുടെ സംഭവം എന്താണെന്ന് വെച്ചാല്, ക്ഷമയുടെ ഏറ്റവും വലിയ മകിടോദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ത്വായിഫ് നിന്ന് ഏറ് കിട്ടിയിട്ട് ഞരമ്പ് പൊട്ടിയിട്ട് അങ്ങനെ നിണമൊഴുകുകയാണ്, ചോര ഒഴിക്കുകയാണ്. ആ സമയത്ത് എല്ലാ നിലക്കുമുള്ള ക്ഷമ കാണിച്ചു തന്നു നമ്മുടെ നേതാവ്. എന്താ പറഞ്ഞറിയോ?
ഓലെ നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞ ജിബ്രീലിനോട് ഇത്ര കൂടി പറഞ്ഞു, ബൽ അർജു എന്നാ പറഞ്ഞത്, ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്താഗ്രഹിക്കുന്നു? ഇവരിൽ നിന്ന് തൗഹീദുള്ള ജനത പിറവിയെടുക്കുന്ന ഒരു കാലം വരാനുണ്ടെന്നാണ്. ഇത് നമ്മളോട് എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒരു സംസാരം നടത്തുന്ന കണ്ണുരുട്ടിയാലേ ശത്രു ലിസ്റ്റിൽ കൊണ്ടുപോയി ചേർക്കുന്നതിന് മുന്നേ അവരുടെ നന്മക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ട ശറഹുസ്വദറിന്റെ ആളുകളായി മാറാൻ അത് നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബി ശ്റഹ് ലി സ്വദ്രി എന്ന് അല്ലേ? ഓനെന്നോട് ചില ആളുകൾ പറയണം, മരിച്ചാലും ഞാൻ മറക്കൂല. മരിച്ചു മറക്കണ്ട, ആ മരിച്ചാൽ ഓട്ടോമാറ്റിക് പോയിക്കോളും. ആരെയും പറയണ തൗഹീദുള്ള ആൾക്കാർ മരിച്ചാലും മറക്കൂല. എന്ത് കൊച്ചു കൊച്ചു വിഷയങ്ങളെ അല്ലേ? ഓലൊക്കെ അങ്ങനത്തെ ഹുത്തുബ വെക്കണ്ട, ഇറങ്ങി പോകുന്നല്ലേ? കാരണം മനസ്സ് ചളി കെട്ടിയ ഹൃദയമാണ് ഓലൊക്കെ. ജീവിതത്തിൽ എന്ത് തന്നെ പരീക്ഷണങ്ങൾ സ്വന്തം ഇക്കാക്കന്മാരെ കിണറ്റ് കൊണ്ടാണ് വലിച്ചെറിഞ്ഞു. 7ാമത്തെ വയസ്സ്, എട്ടും പൊട്ടും തിരിയാത്ത കാലത്ത് തിരിഞ്ഞു നോക്കിയോ? ഓലെന്റെ മുമ്പിൽ ഇതാ ഞാൻ എല്ലാ അധികാരങ്ങളും വാഴുന്ന കാലത്ത് എൻ്റെ മുമ്പിൽ ഓല് എത്തിപ്പെട്ടു എന്ന് അറിഞ്ഞിട്ടും ശിക്ഷക്ക് വിധേയനാക്കിയില്ല. എന്നിട്ട് ഓലോട് മെല്ലെ കാര്യങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞറിയോ? ഇന്ന് ലാ തസ്രീബ അലൈക്കും അലിയൗം എന്നാണ്. ഏട്ടന്മാരെ, നിങ്ങളോട് എനിക്ക് യാതൊരു വിരോധമല്ല. എന്തിനു നടക്കുക അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾ അന്ന് എന്നെ കിണറ്റ് കൊണ്ടുപോയിട്ടില്ല എന്ന് പറഞ്ഞില്ല, അതടക്കം പോലെ വിഷമിപ്പിച്ചാലോ? നമ്മളോ ഭാര്യ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തരാത്തിന്റെ പേരിലാണ് അവരുടെ മുഖം കറുപ്പിച്ചത് അല്ലേ? നമ്മളെന്തോ ഒരു പണി ഏൽപ്പിച്ചു, ഡ്രസ് ഇസ്തിരി ഇടാൻ. ഓള് ചെയ്തില്ല, എന്തോ തിരക്കപ്പെട്ടു പോയി. ഉണ്ടല്ല, നിങ്ങളെ മുഖത്ത് ഇങ്ങനെ ഒരു കനം. ഭാര്യ ചോദിക്കുകയാണ്, എന്താ എന്തെങ്കിലും മനസ്സിൽ വെച്ച് കിടക്കണ്ടാവും അല്ലേ? തന്റെ സംഘടനയിൽ അപ്പുറത്തിപ്പെട്ടവരോടൊരു ദേഷ്യം, തന്നോട് കുറ്റം പറയുന്നവരുടെ ദേഷ്യം. സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് പാടില്ല. തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിരോധം വിശ്വാസിയുടെ ഹൃദയം എന്നല്ല, ചളി കെട്ടിയ ഹൃദയമല്ല എന്നർത്ഥം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ലാ തഖഫ് എന്നാണ്, ഭയമില്ല വിശ്വാസി. മഹാനായ അബൂബക്കർ സിദ്ദീഖിനോട് പ്രവാചകൻ പറഞ്ഞ വാക്കാണത്. നമ്മൾ രണ്ടാളും ഒറ്റക്കല്ല, അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ എന്താ അറിയോ, പരസ്പരം ഭീതിജനകമായ വാർത്തകളൊന്നും വാട്സപ്പിൽ സെൻഡ് ചെയ്യാതിരിക്കും. എല്ലാവരോടും പറയണം അല്ലേ? നമ്മളേതുപോലെ ഏതായാലും പേടിച്ചു, ഇനി ഓനും പേടിച്ചോട്ടെ. പേടിക്കല്ല കുറവാണ് ഈ കാലത്ത്, സമാധാനക്കേടിനും. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ, എടങ്ങേറുള്ള വാർത്ത കേട്ടാല് അയാൾക്ക് വേണ്ടി നീ നിന്റെ അടുത്ത് കിട്ടി, ഇനി മറ്റുള്ളവർക്ക് അത് അയക്കല്ലേ, ഗ്രൂപ്പിലിടല്ലേ. കാരണം ഗ്രൂപ്പൊക്കെ മനുഷ്യന്മാർ തുറക്കാൻ തന്നെ മടിക്കണം. എന്താ അങ്ങനത്തെ വെട്ടും കോലം കേസുകളും വാർത്തകളൊക്കെ കാര്യമായിട്ടുള്ളത്. അപ്പുറത്ത് തൃക്കരിപ്പൂര് ആക്സിഡന്റ് നടന്നു, എല്ലാം ഫുൾ വീഡിയോ നമ്മളെ ഗ്രൂപ്പിൽ. എന്തിനത്? എന്താ പയ്യിൽ ഹൈറുള്ളത്? അങ്ങോട്ട് പരസ്പരം നമുക്ക് പരിചയമുള്ള കുടുംബമാണ് ദുആ ചെയ്യാൻ, വസിയത്ത് ചെയ്യാന്നല്ലാതെ ആരെയും മനസ്സ് ഭയപ്പെടുത്താതിരിക്കാൻ സമാധാനം പരത്തുന്ന ആളുകളായിട്ട് നമ്മൾ മാറി. ഒരു വിശ്വാസിക്ക് മറ്റുള്ളവരോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നന്മന്താരങ്ങൾ, അയാൾക്ക് നിങ്ങൾ 10,000 റുപ്യ കൊടുക്കണേക്കാളും ഒരു വീട് കെട്ടി കൊടുക്കണേക്കാളും പട്ടിണി മാറ്റിനേക്കാളും ഏറ്റവും വലിയ നന്മ എന്താണെന്നറിയോ? തൻ്റെ കൂടെ ഞാൻ എന്നും കാണുന്ന വിശ്വാസിന് മനസ്സിൽ സന്തോഷം ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ കാണുന്നവനെ ഹാപ്പി ആകണം, ഒരു നല്ല കാര്യം, അതാണ് അത്ര ഏറ്റവും വലിയ നന്മ എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രത്യേകിച്ച് അന്ന് പറഞ്ഞ വാക്കാണെങ്കിലും ഇന്ന് പ്രാവർത്തികമാക്കേണ്ട കാലത്താണ് നമ്മളുള്ളത്. കാരണം എന്താ അറിയോ, മനുഷ്യ ഹൃദയം അസ്വസ്ഥമാണ്. പുറത്തേക്ക് ചിരിക്കുന്നെങ്കിലും ഉള്ളിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ ആർക്കുണ്ട്, ഇന്ന് മനുഷ്യ സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താ അറിയോ, ജീവിതം മുഴുവൻ നമ്മൾ ഖുത്ബ അവസാനിക്കുകയാണ്, ജീവിതം മുഴുവൻ അള്ളാഹുലേക്ക് സമർപ്പിക്കുക. ആ വാക്ക് മാത്രം മതി അല്ലേ? എന്താ നമ്മളെ വീട്ടിൽ നിന്ന് പോന്ന പറഞ്ഞത്? റബ്ബെ നിന്നിൽ ഏൽപ്പിക്കുകയാണെന്നാണ്. ഇബ്രാഹിം നബി തീയിലെറിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? റബ്ബേ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുക എന്നാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ ഉഹദ് യുദ്ധത്തിൽ പോകുമ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഏൽപ്പിക്കുക എന്നാ പറഞ്ഞത്. ജീവിതത്തിന് അങ്ങനെ ഒരു സുഖമുണ്ട്. ആരെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്? നമ്മളെ ജീവിതത്തിൽ ഇപ്പോഴത്തെ പ്രയാസവും നമ്മളെ കടവും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ അരിതായ്മകളും നമ്മുടെ വല്ലായ്മകളൊക്കെ ഇതൊക്കെ ദൂരീകരിച്ച് തരാൻ കഴിയുന്ന ഒരു മനുഷ്യനോട് ഏൽപ്പിക്കുക. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് പേടിക്കേണ്ട പറഞ്ഞാലേ നമ്മളൊന്ന് ഫ്രീ ആവൂലേ അല്ലേ? എന്നാലേ ഈ റഹ്മാനായ റബ്ബിന്റെ കഴിവിനെ കുറിച്ച് ഞാൻ പറയണോ ഈ വിശ്വാസികളോട്? ഒറ്റ കാര്യല്ലേ, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ റബ്ബിലാണ് നമ്മുടെ ജീവിതം നമ്മളെ ഏൽപ്പിക്കേണ്ടത്. അതിന് എന്തുവാണെന്നറിയോ, ഏൽപ്പിക്കാൻ നമ്മൾ അർഹരാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പരമാവധി അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കാൻ നമ്മൾ അർഹരാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതോടൊപ്പം തന്നെ റബ്ബിനെ കുറിച്ച് നല്ല വിചാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നല്ല വിചാരത്തോടെയല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടെയല്ലാതെ ദുനിയാവിൽ നിങ്ങൾ വിട പറഞ്ഞു പോകരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ. ഇന്ന് വരെ മിമ്പറിൽ വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ എനിക്ക് കുറേ ഫോൺ കോളുകളും വാട്സപ്പ് മെസ്സേജും വരും. അത് നമ്മളെ പ്രത്യേകതയല്ല.
ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ മിമ്പറുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പവിത്രത അറിഞ്ഞ് മുമ്പിലിരിക്കുന്ന ആളുകളുടെ ആമീൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറേ ആളുകൾ, രോഗികളാണ് അധികം ആളുകളും അറിയിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ സജീവമായ ഒരു കുടുംബത്തിൽ പുതുതായി ജനിച്ച 3 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി ജനിച്ച മണിക്കൂറുകൾക്കുള്ളിലെ വെന്റിലേറ്ററിലാണ്. ഹൃദയത്തിലേക്കുള്ളൊരു വാൾവ് ആ കുട്ടിക്ക് പ്രവർത്തിക്കുന്നില്ല. അൽഹംദുലില്ലാ, നമ്മൾ ദിവസങ്ങളോളം ആ കുട്ടിക്ക് പല സദസ്സുകളിൽ ദുആ ചെയ്തു. നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം കുറച്ച് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് കുറച്ച് കൂടിയിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് എന്താണ് വ്യക്തമായ റിസൾട്ട് എന്ന് പറയാൻ കഴിയുക എന്ന് പറഞ്ഞ് ഒരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു. നമ്മുടെ ഈ പള്ളിയിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഫാമിലി മെമ്പർമാർ. ഞാൻ ആ ആളുകളെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ കുട്ടിയുടെ ഉമ്മ പ്രസവത്തോടെ ഓപ്പറേഷനായിരുന്നു. അതായത് കുട്ടിയെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല കുറേ സമയങ്ങളിലായിട്ട്. പാല് കൊടുക്കാൻ വേണ്ടി മാത്രം സമീപിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളെ മക്കൾക്ക് വന്നിട്ട് ആലോചിച്ച് നോക്കി. പ്രാർത്ഥിക്കാം. നമുക്ക് ആരുടെ ദുആയാണ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ ആരുടെയെങ്കിലും ഒരു ആമീൻ ഒരു വേള ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും, അതിൽ യാതൊരു സംശയമല്ല. ആ റഹ്മാനായ റബ്ബാണല്ലോ അവർക്ക് കുഞ്ഞിനെ നൽകിയത്. ആ കുഞ്ഞിനെ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ തന്നെ സ്വാലിഹായ ഒരു കുട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമാറാകട്ടെ. പരിപൂർണമായ ആഫിയത്ത് ആ കുട്ടിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. എന്തെല്ലാം മരുന്നുകളാണോ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്, അതെല്ലാം പരിപൂർണമായ എഫക്റ്റോട് കൂടി തന്നെ, പരിപൂർണ ശിഫയോട് കൂടി തന്നെ ആ കുടുംബത്തിലേക്ക് ആ കൊച്ചുകുട്ടി അള്ളാഹു തിരിച്ചു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ പല ആളുകളുമുണ്ട്. എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് ഓടിപ്പോകുന്ന കുറേ ആളുകൾ. നമ്മുടെ ഹബീബ് ഷാ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയ തലകറക്കവും പ്രയാസമൊക്കെ ആയിട്ട് വിവരങ്ങൾ അറിയിച്ചിരുന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അദ്ദേഹമാണ് അദ്ദേഹം. അതുപോലെ പല ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടോ അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. വരാനിരിക്കുന്ന വല്ല പരീക്ഷണങ്ങളും രോഗങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം അള്ളാഹു പരിപൂർണമായി അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ പല ആളുകളുമുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, കഴുത്തിന് പ്രയാസമുള്ള ആളുകൾ, ഊരക്ക് പ്രയാസമുള്ള ആളുകൾ, അതുപോലെ തന്നെ നെഞ്ചുവേദനയുള്ള ആളുകൾ, അതുപോലെ തന്നെ ശാരീരികമായി മറ്റു പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായ മറ്റു അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കുടുംബപരമായി ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾ വേറെയുമുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണോ അസമാധാനത്തിലൂടെയാണോ പല ആളുകളും കടന്നു പോകുന്നു, അതിൽ നിന്നെല്ലാം അല്ലാഹു അവർക്ക് മോചനം നൽകി സമാധാനമുള്ള നിർഭയത്വമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഏറ്റവും നല്ല സമാധാനത്തോടു കൂടി തന്നെ സ്വർഗം കണ്ടു മരിക്കുന്ന വിജയികളിൽ റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് അപകട വാർത്തകളാണ് ഈ മഴക്കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം അപകടങ്ങളാണോ നമ്മുടെ മേൽ അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്, അതിൽ നിന്നെല്ലാം റഹ്മാനായ റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മഈശത്തിന് വേണ്ടിയും അല്ലാതെയുമൊക്കെ വാഹനത്തിലൂടെ പല രംഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ്. എല്ലാ അപകടങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ഫിത്നകളിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും നമ്മളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ സമ്മാനമായ ഹിദായത്ത് എന്ന് പറയുന്ന ഈ അനുഗ്രഹം നഷ്ടപ്പെടാതെ മരണം വരെ മുന്നോട്ട് പോകുന്ന ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളിൽ നിന്നും എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ കുടുംബത്തെയും നമ്മയും ഒക്കെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.